ഇന്ന് ഈ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇഷ്ടപ്പെട്ടാണ് അടുക്കുന്നത്. ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും കാണില്ല കേട്ടോ. ഇതൊന്നും കേൾക്കാൻ ആരും ഇരുന്നു കൊടുക്കുക പോലുമില്ല. ഇതിനെയൊക്കെ ചുമ്മാ ഒരു പിള്ളേർ കളിക്കുന്ന ബോൾ പോലെ തൂരോട്ട് കളയും, തട്ടി തൂരോട്ട് കളയും. നിങ്ങൾ ഈ വചനം കേൾക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരം നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്നാണ്. ഇതൊന്നും എല്ലാവരും കേൾക്കാൻ ഇഷ്ടമുള്ളവരല്ല. ചിലർ നമ്മളെ കാണുമ്പോൾ പുച്ഛത്തോടെ ചിരിക്കും. ഓ, ഇതാണോ കേൾക്കുന്നത്, ഇതാണോ കാണുന്നത്, വേറെ പണിയില്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മളെക്കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ ചിലരൊക്കെ ഈ വചനം കേൾക്കുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമാണ് ഒരു തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. മറക്കരുത്. ഈ വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ വീടുകളിൽ, വലിയ വലിയ വീടുകളിലൊക്കെ പോകുമ്പം ആ വീട്ടിൽ അവരുടെ വീടിൻ്റെ ആ ഭക്ഷണ മേശയുടെ അവിടെയും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു നല്ല അലമാരി കാണും. ചില്ലിട്ടൊക്കെ വച്ചിരിക്കുന്ന അലമാരി ആയിരിക്കും. കാണാം അതിനകത്തുള്ള പാത്രങ്ങൾ. അപ്പോൾ ഉണ്ടാവും നല്ല നല്ല പാത്രങ്ങളും പൂപ്പാത്രങ്ങളും പ്ലേറ്റുകളും ഒത്തിരി വിലയുള്ള. അപ്പോൾ അവർ പറയും, ഇതെൻ്റെ കൊച്ചുമോൻ കാനഡയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പാത്രമാണ്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന രാജ്യത്ത് പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രമാണിത്. അതൊന്നും കാണാനേ ഉള്ളൂ, എടുത്തു വെക്കത്തില്ല. അത് അലുമാരിയിലിരിക്കും. നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ആ പാത്രത്തിലായിരിക്കില്ല നമുക്ക് ചോറ് വിളമ്പുന്നത്, വേറൊരു പാത്രത്തിലായിരിക്കും, നല്ല വെള്ള പാത്രത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ ഷോർട്ട് കേസിലൊന്നും ഇരിക്കാത്ത കുറേ പാത്രങ്ങളുണ്ട് ഓരോ വീടിൻ്റെ അടുക്കളയിലും കുറേ പാത്രങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ചെല്ലുമ്പം നല്ല വെള്ള പാത്രത്തിൽ ചോറും കറികളും കാണുമ്പം ഇതാ അലുമാരി കാണുന്ന പാത്രത്തിൽ നിന്ന് വന്നതല്ല. അടുക്കളയിലെ കരി പറ്റിയ ചളുക്കമുള്ള ഗ്യാസിൻ്റെ മുകളിലും വിറകടുപ്പിൻ്റെ മുകളിലും ഇരുന്ന് പഴുത്ത പൊള്ളിപ്പോയ ഒരുപാട് പാത്രങ്ങളിൽ നിന്നാണ് ഈ ചോറിന്ന് നമ്മുടെ മുമ്പിൽ ഈ വെള്ളപ്പാത്രത്തിൽ വന്നത്. ആ അലുമാരിയിൽ നിന്ന് കാണുന്ന ഒരു പാത്രത്തിൽ നിന്നും അല്ല ഇത് വന്നത്. എന്തിനാ ഇത് ഞാൻ പറഞ്ഞത്? വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ ദിനങ്ങളൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴില്ലേ, അടുക്കളയിലെ പാത്രം പോലെയാ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും. ചളുങ്ങിയവരും പൊള്ളിയവരും കരിപറ്റിയവരും. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പം അമ്മമാരെ കാണുമ്പം ഇതാ ഓർമ്മ വരുന്നത്. ഒത്തിരി കരിപറ്റിയ ജീവിതം, ചളുങ്ങിയ ജീവിതം, ഒത്തിരി സഹനവും പ്രാർത്ഥനയും ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ച് വചനം വായിച്ചിരിക്കുന്ന അടുക്കളയിലെ പാത്രം പോലെ. ചിലരതിനെ നോക്കി കളിയാക്കും. എല്ലാവർക്കും അലുമാരിയിലെ പാത്രം മതി. പക്ഷേ മുമ്പിൽ വിളമ്പിയിരിക്കുന്ന ചോറ് പോലും ഉണ്ടായത് അടുക്കളയിലെ കരിപറ്റിയ പാത്രത്തിൽ നിന്നാണെന്ന് അനേകം ആളുകൾ തിരിച്ചറിയുന്നില്ല. എന്താണ് ഈ പാത്രത്തെക്കുറിച്ച് പറഞ്ഞത്? പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഈ പാത്രം പോലെയാണ്. നിങ്ങൾ ഒരുപക്ഷെ വേദനയിലായിരിക്കും, സങ്കടത്തിലായിരിക്കും. നിങ്ങളുടെ വെയിലും മഴയും കൊണ്ട് സൗന്ദര്യം മാറിയിട്ടുണ്ടാകും. ശരീരത്തിന് അതിന് മാറ്റങ്ങൾ വന്നു കാണും, ആരോഗ്യം വരെ പോയി കാണും. പക്ഷെ നിങ്ങളെന്ന പാത്രത്തിലൂടെയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയുള്ള മറ്റൊരു തലമുറ വന്നത് എന്ന് മറക്കരുത്. ഞാനിത് പറഞ്ഞത് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ പ്രാർത്ഥനയുടെ നാളുകൾ, വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിയോഗം എഴുതി വയ്ക്കുന്ന, ഫോൺ വിളിക്കുന്ന, അല്ലെങ്കിൽ ശാലോമിലേക്ക് വിളിക്കുന്ന, ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കണം, ഞങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പം ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ തന്നെ കാണും. ചിലപ്പോൾ അയൽവാസികൾ പറയും, നിങ്ങൾക്ക് വരെ പണിയില്ലേത് ചോദിക്കും. പ്രിയരെ, ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന അലുമാരിയിലുള്ള പാത്രത്തിൽ നിന്നല്ല നല്ലതൊന്നും വന്നത്. അതൊക്കെ അടുക്കളയിലെ കരിപറ്റിയ പാത്രത്തിൽ നിന്നാണെന്ന് പറയുന്നത് പോലെ നമ്മളെന്ന പ്രാർത്ഥിക്കുന്നവരിലൂടെയാണ് വെള്ള നിറത്തിലുള്ള ചോറ് വരുന്നത് പോലെ ദൈവകൃപയുള്ള ഒരു തലമുറ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിലും ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലും പങ്കെടുക്കുമ്പം ആരെങ്കിലും കളിയാക്കി എന്ന് വിചാരിച്ച് തളരുവൊന്നും വേണ്ട. നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെക്കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ ആ വിഷയം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അടുത്ത വാക്യമാണ് ഇവിടെ ചിന്തിക്കുന്നത്. കർത്താവ് നിന്നോട് കൂടെ. നിസ്സാരമായി സാധാരണ പോലെ ഈ വാക്കിനെ കാണരുത്. ആരാ? ദൈവം പറയുവാണ് ദൂതനെ വിട്ട്, കർത്താവ് നിന്റെ കൂടെ. ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ഒത്തിരി പേർക്ക് ചിന്തിക്കുന്ന കാര്യം, പണമുള്ളവർ കൂടെ മതി,
നല്ല സൗന്ദര്യമുള്ളവർ കൂടെ മതി, സ്വാധീനമുള്ളവർ കൂടെ മതി, പാട്ട് പാടുന്നവർ കൂടെ മതി, പ്രസംഗിക്കുന്നവരോട് കൂടെ മതി. ഇവരൊക്കെ എപ്പോൾ വേണേലും പിണങ്ങിപ്പോകാം. പക്ഷേ ദൂതൻ പറയുവാണ്, നിന്റെ കൂടെ കർത്താവുണ്ട്. നിങ്ങളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്? അങ്ങനെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. നിസ്സാരമായി കാണാൻ പറ്റുമോ ഈ വാക്കിനെ? നിസ്സാരമായി കാണാൻ പറ്റില്ലെന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പഴയ നിയമത്തിലെ ജോസഫ് ഒന്നുമില്ലായ്മ പൊട്ടക്കിണറ്റിൽ നിന്ന് രാജകൊട്ടാരത്തിൻ്റെ ഭരണാധികാരി ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇടഭാഗത്ത് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യമല്ല, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് ഒരു 5-6 പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരാളുടെ കൂടെ ഉണ്ട് എന്ന കാര്യത്തെ നിസ്സാരമായി കാണാൻ കഴിയില്ല. ദൈവം കൂടെയുള്ളതൊരു ഭാഗ്യമാണ്. ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ലേ കർത്താവ് നിൻ്റെ കൂടെ എന്ന്? ദൈവം കൂടെ ഉള്ളതിൻ്റെ ഗുണം, അനുഗ്രഹം എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യമാണ്. ഈ വാക്യങ്ങൾ ദൈവം ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉള്ള ഗുണത്തെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും ഈ ഒരു വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസങ്ങളിൽ ഞാൻ ചെലവഴിക്കുകയാണ്. കാരണം മരിയ ഭക്തി എന്ന് പറയുന്നത് മറിയത്തിലൂടെ യേശുവിലേക്കാണ്. മറിയത്തിലൂടെ യേശുവിലേക്ക് വചനത്തിലേക്കാണ്. അപ്പം വചനത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. പരിശുദ്ധ അമ്മ 2 കൈയും നീട്ടി സ്വീകരിച്ച് സമർപ്പിച്ചത് വചനത്തിൻ്റെ മുമ്പിലാണ്. ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. അന്ന് സായാഹ്നമായപ്പോൾ, സന്ധ്യയായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക്, ഓരോ വാക്കുകളും ശ്രദ്ധിക്കാമോ, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പം യേശു ശിഷ്യന്മാരോട് പറയുവാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പോൾ അടുത്ത വാക്യമാണ്, അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വിളിച്ചപ്പോൾ ഞങ്ങൾ വരുന്നില്ല, നീ പൊക്കോ, ഞങ്ങൾ പിന്നെ വന്നോളൂ എന്നല്ല. വിളി കേട്ട് ഒപ്പം നിന്ന കുറച്ച് പേരെ കാണാൻ പറ്റും. ഞാൻ ആ വാക്കുകളൊക്കെ പറയുന്നത് തൊണ്ടയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. വിളി കേട്ട് ഒപ്പം നിന്നവരെ ദൈവം ഉപേക്ഷിക്കില്ല കേട്ടോ. ഇവിടെ വിളിച്ചപ്പം ഒപ്പം നിന്ന കുറച്ച് പേരുണ്ട്. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ആരും എതിർത്തില്ല. ഒപ്പം നിന്ന് അവരും ഒപ്പം അവരുടെ കൂടെ പോയി. ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങൾ ഉണ്ടായിരുന്നു. 37-ാമത്തെ വാക്യം. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ എന്ന് എവിടെ എഴുതിയിട്ടുള്ളത് എന്തിനാണ്? അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി എന്ന്. അപ്പോൾ ആരാ നമ്മളോട് പറഞ്ഞ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ലെന്ന്? ദൈവം കൂടെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാ ദൈവം കൂടെ ഉണ്ട്. അപ്പോൾ, എപ്പോൾ? അപ്പോൾ എന്ന് ചോദിച്ചാൽ അന്നേരം തിരിച്ചൊരു ചോദ്യമുണ്ട്, എപ്പോൾ? അപ്പോൾ നമ്മൾ പുറകോട്ട് പോകണം. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാകാൻ പാടില്ലല്ലോ, ദൈവം കൂടെ ഇല്ലേ? അപ്പോൾ ചിലരൊക്കെ പറയാറില്ലേ, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും എപ്പോഴും പ്രാർത്ഥനയും ധ്യാനവും ആരാധനയായിട്ട് നടക്കുവാണല്ലോ, എന്നിട്ട് നിങ്ങൾക്കെപ്പോഴും പ്രശ്നങ്ങളാണല്ലോ, നിങ്ങൾക്കെപ്പോഴും പ്രതിസന്ധിയാണല്ലോ. ദൈവം കൂടെ ഉണ്ടെങ്കിലും ചില പ്രതിസന്ധികൾ ഉണ്ടാകും, ചില വെല്ലുവിളികൾ ഉണ്ടാകും, ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകും, ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും വിമർശിക്കുന്നതോ കളിയാക്കുന്നതോ കേട്ട് എന്നാൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിക്കരുത്. ദൈവം കൂടെ ഉള്ളപ്പോഴും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിളിച്ച ദൈവം വിശ്വസ്തയോടെ നിൽക്കും നമ്മുടെ കൂടെ. കാരണം ഈ ശിഷ്യന്മാർ സ്വന്തം ബുദ്ധിയിലല്ല പോയത്. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, വാ നമുക്ക് പോകാം. അവരുടെ വിളിച്ച് കൂടെ നിന്നവരെ, വിളിച്ചപ്പോൾ ഒപ്പം വന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ്. കൊടുങ്കാറ്റ്. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. എവിടെ വെച്ച്? യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ഒരു വള്ളത്തിലിരിക്കുമ്പം ഒരു കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റുണ്ടാകുമ്പം ഈ വെള്ളത്തിലൂടെ പോകുന്നത് വലിയ കപ്പലൊന്നുമല്ല. നമ്മുടെ നോക്കുമ്പോൾ കാണുന്ന നിസ്സാരമായ ഒരു മനുഷ്യന് വരെ മറിച്ചിടാൻ പറ്റുന്ന ഒരു ചെറിയ വള്ളത്തിലാണ്, വഞ്ചിയിലാണ് പോകുന്നത്. വഞ്ചി
വഞ്ചി എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ്. വഞ്ചി എന്ന് പറഞ്ഞാൽ വലിയ പടക്കപ്പലൊന്നുമല്ല, നിസ്സാര ഒരാൾക്ക് ഉന്തിയ മറിച്ചിടാൻ പറ്റുന്ന ഒരു സാധനമാണ് വഞ്ചി. കൊടുങ്കാറ്റടിച്ചിട്ടും വഞ്ചി മറിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് എവിടെ നിന്ന് പരിശോധിച്ച് നോക്കി. നിങ്ങൾ ആ പ്രാർത്ഥനാ മുറിക്കുന്ന ബൈബിൾ എടുത്തുകൊണ്ട് വന്നേ. ആ ബൈബിൾ എടുത്തുകൊണ്ട് തുറന്നു വെച്ചേ. വലിയൊരു കൊടുങ്കാറ്റുണ്ടായാൽ നിങ്ങളുടെ വീടടക്കം പറന്നു പോകും. നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന പല മരങ്ങളും നിലത്ത് വീഴും.